മുഴുവനും പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്ക് ദൈവം ചെയ്തു തന്ന കാര്യത്തെപ്പറ്റി ഓർമ്മയുള്ളവരായിരിക്കുക, അല്ലെ? പഴയ കാലത്തെപ്പറ്റി ഓർക്കുക എന്നാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പഴയ കാലത്ത് നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു നമ്മൾ ഓർക്കുമ്പോൾ ഇന്നെന്താണ് നമ്മുടെ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അവനോടുള്ള നന്ദി കൊണ്ട് നമ്മുടെ ഹൃദയം നിറയും, അല്ലെ? നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ഓരോ പ്രശ്നത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പഴയ കാലത്തെ പറ്റി ഓർക്കുമ്പോൾ, അല്ലെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക തന്നെ ചെയ്യും. അതിനാണ് ദൈവം പറയുന്നത്, നിങ്ങളുടെ പഴയ കാലത്തെ ഓർക്കുക. പക്ഷേ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവര് മരുഭൂമിയിൽ കൂടെ നടന്നു വരുമ്പോൾ, അല്ലെ, ദൈവം അവരെ ഈജിപ്തിന്റെ പിടിയിൽ നിന്ന്, അല്ലെ, അവരെ വിടുവിച്ച് അവര് മരുഭൂമിയിൽ കൂടെ നടന്നു വരുമ്പോൾ ദൈവം അവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളെ പറ്റി ഒന്നും അവർ ഓർക്കാൻ താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 78ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവര് ദൈവത്തെ ലിമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അവര് ദൈവത്തെ ടെംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളാകാതിരിക്കട്ടെ, നന്ദിയുള്ള ഹൃദയം ഉള്ളവരായിരിക്കും, അല്ലെ? നമ്മുടെ ദൈവം നമുക്ക് ചെയ്തു തന്ന കാര്യത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയട്ടെ. അപ്പോൾ നമ്മുടെ ദൈവത്തെ നമ്മൾ ടെംപ്റ്റ് ചെയ്യാൻ പോകത്തില്ല, പ്രകോപിക്കാൻ പോകത്തില്ല, അല്ലെ? നമ്മള് നന്ദിയുള്ളവരായിരിക്കും, അല്ലെ? അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്ന നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്തു തന്നിട്ട കാര്യങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഒന്നിനും ഒരു അർഹതയുള്ള വ്യക്തികളല്ല ഞങ്ങൾ കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വന്നു കർത്താവേ. മരണത്തിന്റെ പാതയിലായിരുന്നു ഞങ്ങളെ കർത്താവ്, മരണത്തിന്റെ റിലംസിലായിരുന്നു ഞങ്ങളെ കർത്താവ്. അവിടെ നിന്ന് വിടുവിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. യേശുവിൽ ഞങ്ങളെ അഭിഷേകം ചെയ്തതിനായിട്ട്, ഞങ്ങൾ ഉറപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. എന്നും എപ്പോഴും ഞങ്ങൾ ഓർത്തിരിക്കട്ടെ കർത്താവ്. യേശുവിൻ നാമത്തിൽ ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. പിതാവെ, അങ്ങനെയൊക്കെയായിട്ട് അങ്ങയുടെ മകനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 78 പോകാം. 78ാമത്തെ സങ്കീർത്തനത്തിന്റെ 40 തൊട്ട് നമുക്ക് 56 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. 40 തൊട്ട് 56 വരെ വാക്കുകൾ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്: മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു, ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. മിസ്രയീമിൽ അടയാളങ്ങളെയും സോവാൻ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്തു. അവന്റെ കൈയും അവൻ ശത്രുവിൻ വശത്തു നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല. അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിപ്പാൻ വഹിക്കാത്ത വണ്ണം വ്യക്തമാക്കി തീർത്തു. അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു, അവരെ അരിച്ചു കളഞ്ഞു. തവളയെയും അയച്ചു, അവർക്ക് നാശം ചെയ്തു. അവരുടെ വിള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടുക്കിളിക്കും കൊടുത്തു. അവൻ അവരുടെ മുന്തിരി വള്ളികളെ കൽമഴ കൊണ്ടും അവരുടെ കാട്ടത്തി വൃക്ഷങ്ങളെ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു. അവൻ അവരുടെ കന്നുകാലികളെ കൽമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഏൽപ്പിച്ചു. അവൻ അവരുടെ ഇടയിൽ തന്റെ കോപാഗ്നിക്കും ക്രോധവും രോഷവും കഷ്ടവും അയച്ചു. അനർത്ഥ ദൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ അവൻ തന്റെ കോപത്തിനും ഒരു പാത ഒരുക്കി. അവരുടെ പ്രാണനെ മരത്തിൽ നിന്നു വിടുവിക്കാതെ അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. അവൻ ഇസ്രായേലിലെ എല്ലാ കടിഞ്ഞൂലിനെയും കൂടാരങ്ങളിലുള്ളവരുടെ വീര്യത്തെയും പ്രഥമ ഫലത്തെയും സംഹരിച്ചു. എന്നാൽ തന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു. മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി. അവൻ അവരെ നിർഭയരായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. അവൻ അവരെ തന്റെ വിശുദ്ധ ദേശത്തേക്കും തന്റെ വലങ്കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുന്നിൽ നിന്നു അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. ചരടുകൊണ്ട് അളന്നു അവർക്ക് അവകാശം പകുത്തുകൊടുത്തു. ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ അവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു, മത്സരിച്ചു, അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഈ 40 തൊട്ട് 56 വരെയുള്ള വാക്കുകൾ, 16 വാക്കുകൾ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ, അല്ല, അവര് എങ്ങനെയായിരുന്നു മരുഭൂമിയിൽ വെച്ച് എന്നുള്ള കാര്യത്തെപ്പറ്റി. അവരത്രയും 40 വർഷം മരുഭൂമിയിൽ കഴിയേണ്ടി വന്നത് തന്നെ അത് അവര്
ദൈവത്തെ മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. അല്ലെ? ദൈവം എത്രമാത്രം അവർക്ക് നന്മ ചെയ്തു കൊടുത്തിട്ടും, എത്രമാത്രം തന്റെ ശക്തി കാണിച്ചിട്ടും, അല്ലെ? എത്രമാത്രം തന്റെ ശക്തി കാണിക്കുമെന്ന് പറയുമ്പോ ദൈവത്തിന് സ്നേഹമാ ദൈവം കാണിക്കുന്നത്. അല്ലെ? ദൈവം തന്റെ ശക്തി പ്രകടനം നടത്തണം എന്നുള്ള ഒന്ന് വിചാരിക്കുന്ന ഒരു ദൈവമല്ല. താൻ വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവമാണ്. ഞാൻ ദൈവമാണെന്ന് കാണിച്ചുകൊണ്ട് എല്ലാവരും എന്നെ വർഷിപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല. തന്നെ വർഷിപ്പ് ചെയ്യണം, മനുഷ്യര് മൊത്തം എല്ലാം മാലാഖമാരും എല്ലാം വർഷിപ്പ് ചെയ്യണം എന്ന് സ്തുതിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പിശാചാണ്. അല്ലെ? ദൈവം അങ്ങനെ എന്നെ എല്ലാവരും വർഷിപ്പ് ചെയ്യണം, അങ്ങനെ വിചാരിക്കുന്ന ഒരു ആളല്ല ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, അവൻ എന്താ പറയുക, നമ്മളുടെ ദൈവം ഒരിക്കൽ പോലും ഫോഴ്സ്ഫുള്ളി നമ്മളോട് വർഷിപ്പ് അല്ലെങ്കിൽ സ്തുതി നേടിയെടുക്കുന്ന വ്യക്തിയല്ല നമ്മുടെ ദൈവം. അല്ലെ? നമ്മുടെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് 1000 10,000 കണക്കിന് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മളെ നന്മ കൊണ്ട്, നമ്മളെ സ്നേഹം കൊണ്ട് കീഴടക്കുന്നവനാണ് അല്ലെ നമ്മുടെ ദൈവം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് വർഷിപ്പ് വന്നു പോകും അല്ലെ. പക്ഷെ പിശാച് അങ്ങനെയല്ല, എല്ലാവരും കൊണ്ട് ഫോഴ്സ്ഫുള്ളി എന്താ പറയുന്നത്, ഫോഴ്സ് ചെയ്ത് വർഷിപ്പ് മേടിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ വർഷിപ്പ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈ കാണുന്നതെല്ലാം തരാന്ന് പറഞ്ഞ വ്യക്തിയാണ് പിശാച് അല്ലെ. നമ്മുടെ ദൈവം അങ്ങനെയല്ല. ഇവരോട് ദൈവം ഒരുപാട് കരുണയാണ് കാണിച്ച് അല്ലെ. ഇസ്രായേൽ മക്കളിന്റെ കരച്ചിൽ ദൈവത്തിന്റെ യഹോവയുടെ കാതിലെത്തിയപ്പോൾ അല്ലെ, നമുക്കറിയാം, മിസ്രയീമില് ഇസ്രായേൽ മക്കള് ഈജിപ്തില് സ്ലേവ്സ് ആയിരുന്നു അല്ലെ, അടിമകളായിട്ട് അവര് കരഞ്ഞു വിളിച്ചപ്പോൾ ദൈവത്തിന്റെ കാതുകൾ അവരെ കരച്ചിൽ കേട്ടപ്പോ അവരോട് തോന്നിട്ട് അവരോട് ഒരിക്കൽ പോലും കെട്ടുപോകാത്ത സ്നേഹം കൊണ്ട് പിതാവ് അവരെ വിടിപ്പിച്ചപ്പോൾ, പക്ഷെ അവരതൊന്ന് ഓർക്കാൻ അവര് ശ്രമിച്ചില്ല, അവര് മറന്നുപോയി എന്നിവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. എന്താ 43-ാമത്തെ വാക്കിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ ശത്രുവിൽ വശത്തു നിന്ന് അവരെ വിടുവിച്ച ദിവസം അവർ ഓർത്തില്ല അല്ലെ. അങ്ങനെ ഓർക്കാതിരുന്നോണ്ട് എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല്, നന്ദിയുള്ളൊരു ഹൃദയം ഉള്ളവർ ആയിരുന്നില്ല അല്ലെ. നമുക്കറിയാം, ഇസ്രയേലിനെ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച അത്രയും വലിയ ഒരു അത്ഭുതം, മഹാത്ഭുതം അവരുടെ ജീവിതത്തിൽ, അവരുടെ നല്ല നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഒരിക്കൽ പോലും നടന്നിട്ടുമില്ല അല്ലെ. അങ്ങനെ ആ ഒരു പ്രാവശ്യം നടന്നല്ലാതെ ഇസ്രയേലിന്റെ എന്താ പറയുക, ചരിത്രത്തിൽ ദൈവം റെഡ് സീന് രണ്ടായിട്ട് അല്ലെ, ചെങ്കടലിനെ രണ്ടായിട്ട് പകുത്തത്, അത് നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ നടന്നിട്ടുണ്ട്? ലിറ്ററലി അങ്ങനെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് വലിയ വലിയ മഹാത്ഭുതങ്ങൾ നമ്മുടെ ദൈവം ചെയ്ത് തന്നിട്ടുണ്ട്. അല്ലാതെ ചെങ്കടല് ശരിക്കും ഫിസിക്കലി അത് ചെയ്യുന്നത് നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ വലിയൊരു മഹാത്ഭുതം ഇവരുടെ മുമ്പിൽ വെച്ച് ചെയ്തതാണ് ദൈവം അല്ലെ. അവരുടെ ആ കഷ്ടപ്പാടിന്റെ സമയത്ത് ദൈവം അവരെ ഹെൽപ്പ് ചെയ്തതാണ്. പക്ഷെ എന്നിട്ടും കൂടെ പിറ്റേ ദിവസം തന്നെ അവര് മുറുമുറുത്ത ഒരു സ്വഭാവമുള്ളവര്. അപ്പൊ എന്താ പറയുന്നത്, അവര് മറന്നുപോയി, പെട്ടെന്ന് മറന്നുപോയി ദൈവം എന്താണ് ചെയ്യുന്നുള്ള, പെട്ടെന്ന് ഞങ്ങൾ കാര്യം മറന്നുപോയി. പക്ഷെ ദൈവം ഇങ്ങനെ നമ്മളോട് പറയുന്നത്, മറക്കുന്നവര് ആയിരിക്കരുത് അല്ലെ. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ, ദൈവം സ്നേഹമാണ്. സ്നേഹത്തെ വിട്ട് ഒരു കാര്യമില്ല. ദൈവം ഓരോ കാര്യം നമുക്ക് ചെയ്തു വരുമ്പോൾ അതെല്ലാം സ്നേഹമാണ് അല്ലെ. ഇസ്രായേലിനോട് ദൈവം സ്നേഹം കാണിച്ചപ്പോൾ ഈജിപ്തിനോട് ദൈവം സ്നേഹം കാണിച്ചിരുന്നല്ല ഇല്ല എന്നല്ല പറയുന്നത് അല്ലെ. ഈജിപ്തിനോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, ഈജിപ്തില് ദൈവം എന്താ പറയുക, തന്റെ ഓരോ പ്ലേഗുകളെയും വിട്ട് അല്ലെ, ഓരോ മഹാമാരികളെയും വിട്ട് ദൈവം എന്താ പറയുക, ഓരോ കാര്യങ്ങള്, അത്ഭുതങ്ങള് അല്ലെ മോസസ് വഴി ചെയ്തപ്പം ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഈജിപ്റ്റ് അറിയണം അല്ലെ, ഈജിപ്റ്റ് താൻ ആരാണെന്ന് അറിയണം, അവര് റെക്കഗ്നൈസ് ചെയ്യണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഒരു സമയത്ത് ഈജിപ്തിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ, ഒരുപാട് വേറെ ദൈവങ്ങളായിരുന്നു അല്ലെ. ഫറവോ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ടോപ്പ് എന്താ പറയുക, വാർലോക്ക് ആയിരുന്നു അല്ലെ. വിച്ച് ക്രാഫ്റ്റ് നടത്തുന്നവരുടെ ഏറ്റവും മന്ത്രവാദികളുടെ ടോപ്പിലിരുന്ന ഗൈയാണ് ഫറവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഫറവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആ ലോകത്തുണ്ടായിരുന്ന ആ ഒരു സമയത്തുള്ളവർക്ക് ദൈവത്തെ പോലെയായിരുന്നു അല്ലെ. അപ്പൊ പിതാവ് അന്ന് എന്താ പറയാ, പാസ് ഓവറിന്റെ സമയത്ത് ജഡ്ജ് ചെയ്തത് അവിടെയുള്ള മനുഷ്യരെ തന്നെ, അവരുടെ ദൈവത്തെയും കൂടെ ജഡ്ജ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പം അങ്ങനെ ഉള്ള ദൈവമല്ല ദൈവം എന്ന് കാണിക്കുന്നതിന് വേണ്ടി, താനാണ് ജീവിക്കുന്ന ദൈവം എന്ന് കാണിക്കുന്നതിന് വേണ്ടി, വിടുതൽ തന്നിൽ നിന്ന് മാത്രം വരുന്ന ഇസ്രയേലിനെ തന്നെ കാണിക്കുവല്ല, ഈജിപ്തിനെ
ഇത്രയും കാണിക്കുന്നതിന് ലോകത്തെ മൊത്തം കാണിക്കുന്നതിന് വേണ്ടിയാണ് അത്രയും 10 പ്ലേഗുകൾ അല്ലെ ദൈവം അന്ന് അവിടെ മിസ്രൈമിൽ ചെയ്തതിന്റെ കാര്യം. അപ്പൊ അതവിടെ കാണിക്കുന്നത് തന്റെ സ്നേഹത്തെ മാത്രമേ കാണിക്കുന്നു അല്ലെ. ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയപ്പോ ഈജിപ്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കൂടെ. ഒരു മിക്സ്ഡ് ആയിട്ടൊരു ജനറേഷൻ വന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ കൂടെ തന്നെ ഈജിപ്തിൽ നിന്ന് മിക്സ്ഡ് ആയിട്ടുള്ള ജനറേഷൻ വന്നു. മിക്സ്ഡ് ആയിട്ടുള്ള ക്രൗഡ് അല്ലെ, ജനറേഷനിലെ ക്രൗഡ് വന്നു. അവര് എന്താ പറയാ മീറ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അല്ലെ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. അപ്പൊ ഇവിടെ എനിക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്രായേല് അവര് ഓർത്തില്ല ദൈവം അവർക്ക് ചെയ്തു കൊടുത്ത നന്മയെ പറ്റി അവർ ഓർത്തില്ല. അതുകൊണ്ട് ഇവിടെ അവര് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 40ാമത്തെ വാക്കില് പറഞ്ഞിരിക്കുന്നത് ശൂന്യ പ്രദേശത്ത് എത്രമാത്രം അവരും ദുഃഖിപ്പിച്ചു അല്ലെ. അവര് ദൈവത്തെ ദുഃഖിപ്പിക്കുക ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ഓർമ്മയില്ലാഴിയെ കൊണ്ട് അല്ലെ, നന്മയില്ലാഴിയെ കൊണ്ട്. അപ്പൊ ഓർക്കാതിരിക്കുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ ഹൃദയം കഠിനമാകുക ചെയ്തിരിക്കുന്നത് അല്ലെ. നമ്മള് റോമകൃത ലേഖനത്തിലേക്ക് 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത് തന്റെ സൃഷ്ടിവഴി ദൈവം ഈ ലോകത്തിന്റെ ആരംഭം തൊട്ട് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. 19ാമത്തെ സംഘത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് ആകാശവും ഭൂമി എല്ലാം അല്ലെ, എന്താ പറയാ ഫർമമെന്റും എല്ലാം ദൈവത്തിന്റെ ഹാൻഡി വർക്കാണ്. ദൈവത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ ലോകം മൊത്തം അറിയുക, ദൈവത്തെ പറ്റി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അതിനെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. തന്നിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടി. അപ്പൊ മനുഷ്യർ മനസ്സിലാക്കണം സൃഷ്ടാവായ ഒരു ദൈവമുണ്ട്. തങ്ങൾ ആരാധിക്കുന്ന ഒന്നിനും കൊള്ളാത്ത എന്താ പറയുക വിഗ്രഹങ്ങളല്ല ദൈവം എന്നുള്ള കാര്യം അല്ലെ, ജീവിക്കുന്ന ദൈവം വേറെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇവര് ഇതൊന്നും മനസ്സിലാക്കാതെ ഒന്നും തന്നെ ഓർത്തിരിക്കാതെ ഇവർ ദൈവത്തെ ദുഃഖിപ്പിച്ചു. പിന്നെ 41ാമത്തെ വാക്ക് പറഞ്ഞു അവർ പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു അല്ലെ. അവർ പിന്നെയും പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു, ലിമിറ്റ് എന്ന് പറഞ്ഞിരുന്നു. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോ എന്താ പറയുക അവര് ലിമിറ്റ് ചെയ്തു, ദൈവത്തെ ഒരുപാട് അങ്ങ് ലിമിറ്റ് ചെയ്തു. ലിമിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ദൈവത്തിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെ. ദൈവത്തിന് ഇവരെ 40 വർഷം ഒന്നും മരുഭൂമിയിൽ കൂടെ ഇത് നടത്തിക്കൊണ്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ദൈവമൊന്നുമല്ല അല്ലെ. അവരെ എത്രയും പെട്ടെന്ന് കനാലിൽ എത്തിക്കുക എന്നുള്ളത്, എത്രയും പെട്ടെന്ന് അവരെ സേഫ് ആക്കുക എന്നുള്ളത് ആഗ്രഹിക്കുന്ന ദൈവം. പക്ഷെ ഇവരുടെ എന്താ പറയാ ഓർമ്മയില്ലാഴിക കൊണ്ട് അല്ലെ, അവര് ഓർമ്മയില്ല എന്നുള്ളത് കൊണ്ട് അവർ ഓർക്കാൻ മെനക്കെട്ടില്ല എന്നുള്ള കാര്യം കൊണ്ട് അല്ലെ, അവിടെ ഹൃദയം പാഴും ശൂരുമായി ആയി പോയപ്പോൾ അല്ലെ, ഹൃദയം ഫ്യൂട്ടൈൽ ആയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ദൈവത്തെ മുഷിപ്പിച്ചു അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ റോമർക്കർ ലേഖനത്തിൽ 1ാമത്തെ കാര്യത്തിൽ പറഞ്ഞു വന്നപ്പോഴാണ് വേറെ ടോപ്പിക്കിലേക്ക് പോയത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിന് ആരംഭം തൊട്ട് തന്നെ ദൈവം തന്റെ ക്രിയേഷൻ വഴി ഇങ്ങനെ റിവീൽ ചെയ്ത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ആൾക്കാരെന്താ അവരുടെ അൺറൈച്ചസ്നെസ് കൊണ്ട്, അവരെ മനസ്സിന്റെ കട്ടി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുന്നതിനോ അല്ലെ, ദൈവം ആരെന്നറിഞ്ഞൊരു ദൈവത്തിന് മഹത്വപ്പെടുത്താനോ നന്ദി കാണിക്കാനോ താല്പര്യമില്ലാതെ അല്ലെ, ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി പോലും ഓർക്കാനോ ദൈവത്തിന് നന്ദി കൊടുക്കാനോ താല്പര്യമില്ലാതെ അവര് തങ്ങളുടെ എന്താ പറയാ ഇങ്ങനെ പറഞ്ഞു 21ാമത്തെ വാക്ക് റോമറിന്റെ 1:21 വാക്കിനെ പറഞ്ഞിരിക്കുന്നത് അവർ ദൈവത്തെ അറിഞ്ഞിട്ടോ അവനെ ദൈവമെന്ന് ഓർത്തു മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യക്തരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി അല്ലെ. ദൈവത്തിന് നന്ദി കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഹൃദയം അല്ലെ. ദൈവത്തിന് നന്ദി കൊടുക്കുന്ന എങ്ങനെയാ, ദൈവം നമ്മൾക്ക് ചെയ്തു തന്ന കാര്യത്തെപ്പറ്റി നമ്മൾ ഓർക്കുമ്പോൾ അല്ലെ. അങ്ങനെ ഓർക്കാനോ നന്ദി കൊടുക്കാനോ താല്പര്യമില്ലാത്തവരുടെ ഹൃദയം എങ്ങനെയായിരിക്കും, അവരുടെ ഹൃദയം വ്യർത്ഥമായിരിക്കുന്ന ഹൃദയമായിരിക്കും, വിവേകമില്ലാത്ത ശൂന്യം പാഴുമായിട്ടുള്ള കട്ടിയുള്ള ഇരുണ്ടുപോയ ഹൃദയമുള്ളവർ ആയിരിക്കും ചുരുക്കം. അപ്പൊ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ബൈബിളിൽ ഉടനീളം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം റിമംബർ ചെയ്യുക, ഓർക്കുക എന്ന് പറയും. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ആവർത്തന പുസ്തകത്തില് 32ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 7ാമത്തെ വാക്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു പൂർവ്വ ദിനങ്ങളെ പറ്റി നിങ്ങൾ ഓർമ്മയുള്ളവരായിരിക്കും അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യത്തെ പറ്റി ഒരിക്കൽ പോലും മറന്നു പോകാത്തവർ ആയിരിക്കും അല്ലെ. നമ്മൾ എവിടെയായിരുന്നു, എന്തായിരുന്നു, നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു, എന്ത് തരത്തിലുള്ള പാപത്തിലായിരുന്ന വ്യക്തികളായിരുന്നു, അവസാനം ദൈവം നമ്മളെ എങ്ങനെയാണ് വിടുവിച്ചത് എന്നുള്ളതിനെ പറ്റി എന്താ പറയാ ഓർമ്മയുള്ളവരായിരിക്കുക. അപ്പൊ ആ ഓർമ്മയിൽ നമ്മുടെ ഹൃദയം നന്മയിലേക്ക് പോകുമ്പോൾ അല്ലെ, നന്മയുള്ളവരായി തീരുമ്പോൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ അവര്
ശ്രമിക്കത്തില്ല. ദൈവത്തെ ടെംപ്റ്റ് ചെയ്യാൻ, പ്രലോഭിപ്പിക്കാൻ അവര് ശ്രമിക്കത്തില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ദൈവം തന്നിരിക്കുന്ന നന്മയെ പറ്റി. ഇതേ തന്നെ 78-ാമത്തെ സങ്കീർത്തനത്തിലെ 4-ാമത്തെ വാക്കിലൊക്കെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞുങ്ങളോട് പറയുന്നവരായിരിക്കണം നമ്മൾ അല്ലെ. നമ്മളുടെ മക്കളോടും മക്കളുടെ മക്കളും തലമുറയോടും എന്താ പറയുക, യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവർത്തിയും വിവരിച്ചു പറയും എന്ന് പറഞ്ഞപ്പോ നമ്മളോട് ദൈവം ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, യഹോവയുടെ ബലവും ശക്തിയും അവൻ നമുക്ക് ചെയ്തു തന്നതിനെ പറ്റിയും വിവരിച്ച് പറയുന്ന വ്യക്തികൾ ആയിരിക്കും നമ്മൾ അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാം. ഡ്യൂട്ടറോണമി അല്ലെ, ആവർത്തന പുസ്തകത്തിന്റെ 6-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോഴും ദൈവം അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. കുഞ്ഞുങ്ങളോട് അവര് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും എല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ വചനത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന കൃപയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളുടെ കുഞ്ഞുങ്ങളും അവരുടെ വിശ്വാസവും ദൈവത്തിൽ വേരൂന്നിരിക്കുന്ന, അവരുടെ എന്താ പറയാ ഹോപ്പ് എന്ന് പറഞ്ഞാൽ, ഇത് 78-ാമത്തെ സംഗീതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, അവരുടെ ഹോപ്പ് അല്ലെ, അവരുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ തന്നെയായിരിക്കും അല്ലെ. ഒരിക്കൽ പോലും മറന്നു പോകുന്ന വ്യക്തികളാകാതിരിക്കുക. ദൈവത്തെ ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മള് വിശ്വാസമില്ലാത്തവർ, നമ്മൾ ഓർക്കാതിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന് എന്താ മഹത്വം കരകയറ്റാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഫോം ചെയ്യത്തില്ല അല്ലെ. ഒന്ന് വിചാരിച്ചു വെക്കുക, നമ്മളെ ദൈവം സുഖപ്പെടുത്തിയെന്ന് വിചാരിച്ചു, എന്തെങ്കിലും ഒരു മാരകമായിട്ട് അസുഖത്തിൽ നിന്ന് നമുക്ക് സുഖപ്പെടുത്തി ദൈവം, അല്ലെങ്കിൽ നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്തു തരുന്നു അല്ലെ. ആ കാര്യം നമ്മളങ്ങ് ഓർക്കാതിരുന്നിട്ട് പിന്നെ നമ്മളൊരു പ്രശ്നത്തിലായി കഴിയുമ്പോ, വിശ്വാസമില്ലാതായി കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഉത്തരം കിട്ടത്തില്ല. അപ്പൊ ദൈവത്തെ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. തങ്ങളുടെ മനസ്സിന്റെ കട്ടി കൊണ്ട് ഇസ്രായേൽ മക്കൾ ദൈവത്തെ ലിമിറ്റ് ചെയ്തുകൊണ്ട്, ദൈവത്തെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെ. ദൈവത്തിന് ഇനി ഞങ്ങൾക്ക് ഫുഡ് തരാൻ സാധിക്കുമോ അല്ലെ. ദൈവത്തിന് ഇതേ തന്നെ എഴുതിയിരിക്കുന്ന, ഞങ്ങൾക്ക് എന്താ പറയാ മീറ്റ് തരാൻ സാധിക്കുമോ അല്ലെ, ഞങ്ങൾക്ക് ടേബിൾ ഒരുക്കാൻ സാധിക്കുമോ. ചെങ്കടലിൽ പകുത്ത ദൈവമാണ് അല്ലെ. ചെങ്കടലിൽ പകുത്ത ദൈവമാണ്. അവരുടെ മുമ്പില് എന്താ പറയാ പാറയിൽ നിന്ന് വെള്ളം എടുത്തു കൊടുത്ത ദൈവമാണ് അല്ലെ, ഉണ്ടാക്കി കൊടുത്ത ദൈവമാണ്. എന്നിട്ടും അതേ ദൈവത്തെ പറ്റി ഇവർ ചോദിക്കുന്ന കാര്യം, ദൈവത്തിന് ഇനി ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ, മീറ്റ് അല്ലെ തരാൻ സാധിക്കുമോ, ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ സാധിക്കുമോ. അങ്ങനെ ഡൗട്ട് പറഞ്ഞ് ദൈവത്തെ എന്താ പറയാ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ ദൈവത്തെ പ്രലോഭിപ്പിക്കുകയും എന്താ പറയുക ദൈവത്തെ ലിമിറ്റ് ചെയ്യുകയും അല്ലെ, ദൈവത്തെ തള്ളിക്കളയുകയും എല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദിയില്ലാത്ത ഹൃദയമുള്ളതുകൊണ്ട് അല്ലെ. അപ്പൊ നന്ദി ഉണ്ടാകുന്ന എങ്ങനെയാ, നമ്മള് ദൈവം ചെയ്ത കാര്യങ്ങൾ ഓർക്കും. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അല്ലെ എന്നുള്ള ഒരു കാര്യം ഓർക്കും അല്ലെ. ദൈവം ചെയ്ത് നമ്മളെ നടത്തിയ വഴികളെ പറ്റി അല്ലെ, ദൈവം നമ്മൾ നിർത്തിയതിനെ പറ്റി അല്ലെ. നമ്മളാരും നിന്നതല്ല, ദൈവം നിർത്തിയതാണ്. നമ്മളാരും നടന്നതല്ല, ദൈവം നടത്തിയതാണ്. നമ്മളുടെ ബലം കൊണ്ടല്ല നമ്മൾ ഇന്നായിരിക്കുന്നത് അല്ലെ. പക്ഷെ ദൈവത്തിന്റെ കൃപയാണ്. അത് നമ്മൾ ഓർത്തില്ലെങ്കിൽ നമ്മുടെ ഹൃദയം എന്താ പറയാ പാഴും ശൂന്യവുമായി പോകും അല്ലെ. നമ്മുടെ ഹൃദയം കട്ടുള്ളതായി പോകും അല്ലെ. ദൈവത്തിന്റെ നന്മ ആസ്വദിക്കാൻ സാധിക്കാത്ത വ്യക്തികളായി പോകും. അങ്ങനെയുള്ള വ്യക്തികളായിരിക്കരുത് എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. നമ്മൾ ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇസ്രായേൽ മക്കളാണ് അല്ലെ. അവരെങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നു. പാഴും ശൂന്യമായിട്ടുള്ള വ്യക്തികളായിരുന്നു അല്ലെ. അന്ന് അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് എത്രമാത്രം ആൾക്കാരാണ് വന്നത് അല്ലെ. എത്ര പേര് കനാനിലേക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചു അല്ലെ. ജോഷുവയ്ക്കും കേലബിനും അല്ലാതെ ആ ജനറേഷനിൽപ്പെട്ടവർ ആർക്കും തന്നെ എൻട്രി ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ അന്ന് കുഞ്ഞുങ്ങളായിരുന്ന വ്യക്തികൾ വളർന്നു വലുതായിട്ടാണ് അവർക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചിരുന്നത് അല്ലെ. ഇപ്പൊ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, വിശ്വാസം വേണമെങ്കിൽ ദൈവം ചെയ്ത കാര്യത്തെ പറ്റി ഓർക്കുക. ഇനി വിശ്വാസം നമുക്കുണ്ടാകുന്നതിന് വേണ്ടി മാത്രമല്ല ദൈവം ചെയ്ത കാര്യത്തെ പറ്റി ഓർക്കേണ്ടത്, അവന് അർഹതയുള്ളവനാണ് അല്ലെ. നമ്മളുടെ പ്രേസ് കിട്ടാൻ വേണ്ടി, നമ്മുടെ വർഷിപ്പ് കിട്ടാൻ വേണ്ടി അവന് അർഹതയുള്ളവനാണ് യേശു ക്രിസ്തു. സ്വന്തം രക്തം കൊടുത്താണ് നമ്മളെ വീണ്ടെടുത്ത്, ജോസഫ് കാൽവരിയിലുള്ള സഹനം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് അല്ലെ. സകല നന്മയും കിട്ടുന്നതിന് വേണ്ടി, സകല സ്തോത്രം കിട്ടുന്നതിന് വേണ്ടി അർഹതയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ് അല്ലെ. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പെരുമാറും. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ ഒരിക്കലും ലിമിറ്റ് ചെയ്യാതിരിക്കും അല്ലെ. സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മൾക്ക് എന്ത് നന്മ വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ നമ്മളായിട്ട് ലിമിറ്റ് ചെയ്യാതിരിക്കുക അല്ലെ. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഓർമ്മയുള്ള വ്യക്തികളായിരിക്കട്ടെ, മറന്നു പോകുന്ന വ്യക്തികളാകാതിരിക്കട്ടെ. ഓരോ നിമിഷം ദൈവം ചെയ്തു തരുന്ന കൃപയെ പറ്റി അല്ലെ ഓർമ്മയുള്ള വ്യക്തികളായിട്ട്, അതനുസരിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന വ്യക്തികൾ ആയിരിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അല്ലെ. നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും കുഞ്ഞുങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കാൻ നമുക്ക് ദൈവത്തെ ഓർക്കാൻ
ഓർക്കണമേ എന്ന്. ദൈവം ചെയ്തു തന്ന നന്മയെപ്പറ്റി അല്ലെ, നമ്മളെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുക അല്ലെ, ദൈവം ചെയ്യുന്ന ഓരോ കാര്യത്തെപ്പറ്റി ഓർത്തിരിക്കാനും അത് അവരോട് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പഠിപ്പിക്കാം അല്ലെ. അതിൽ കഴിഞ്ഞുള്ള ഒരു കാര്യമില്ല. അങ്ങനെ തന്നെ ആയിരിക്കും വേണം നമ്മൾ അല്ലെ. അതിനെപ്പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്ന കർത്താവിനോട് പദകൾ അങ്ങ് ചെയ്ത നന്മയെ ഓർത്ത് കർത്താവ് ഓർമ്മയുള്ളവരായിരിക്കട്ടെ. കർത്താവിനോട് അങ്ങനെ സ്തുതിക്കുന്ന വ്യക്തിയായിരിക്കട്ടെ, നന്ദിയുള്ള ഹൃദയമുള്ള വ്യക്തികളായിരിക്കട്ടെ. കർത്താവ് താങ്ക് യു ജീസസ്, പ്രൈസ് യു ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ. കർത്താവേ, ഇസ്രായേൽ മക്കൾ കർത്താവേ, വിൽഡർനെസ്സിൽ കർത്താവ് മരുഭൂമിയിൽ അവർ എങ്ങനെയായിരുന്നു അതുപോലുള്ള വ്യക്തികൾ ഞങ്ങൾ ആക്കാതിരിക്കട്ടെ. എന്നും ദൈവമേ അങ്ങനെ ഞങ്ങൾ ഓർക്കുന്നവരായിരിക്കട്ടെ. കർത്താവെ, അങ്ങേക്ക് എന്നും ഞങ്ങൾ നന്ദി പറയുന്ന വ്യക്തികളായിരിക്കട്ടെ. കർത്താവേ, ഒരിക്കൽ പോലും ലിമിറ്റ് ചെയ്യുന്ന വ്യക്തികളാകാതിരിക്കട്ടെ. ഇത് കേട്ട ദൈവത്തിനാമത്തിൽ മാത്രം ഉണ്ടാവട്ടെ.